ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പം നിൽക്കുന്നത് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വാൽപ്പാറയിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിക്കാണ് നമ്മളിവിടെ ഇറങ്ങിയേക്കുന്നത്. അപ്പം നമുക്കിവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റിയില്ല. നമ്മൾ അതേപോലെ തന്നെ ഇവിടെ വരുന്ന 2 ഹോട്ടലാണ്. ആതിരപ്പള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വാഴച്ചാലാണ് 5 കിലോമീറ്റർ കഴിയുമ്പം. നമ്മളിതാ ഇപ്പം വാഴച്ചാൽ ഇവിടെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റുന്നത്. നമ്മൾ ഒന്നുകിൽ ആതിരപ്പള്ളിയിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വാഴച്ചാൽ ഈ ഒരു എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും. നമ്മളിതാ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. നമ്മൾ നേരെ ഇവിടുത്തെ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ലൊരു ഗാർഡനും അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറച്ച് ഐറ്റംസും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ഇരുന്ന് വെള്ളച്ചാട്ടം കാണാനും ഒക്കെ ആയിട്ട് പറ്റുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഈ ഒരു വെള്ളച്ചാട്ടമാണ്, ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് നമുക്ക് കുറച്ചും കൂടെ താഴോട്ട്, ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ താഴോട്ട് ചെല്ലുമ്പം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. അതുപോലെ തന്നെ കുട്ടികൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളിപ്പം ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട്. നമുക്ക് ആ ഒരു ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു എൻട്രിങ്ങിൻ്റെ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടന്ന് നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ എത്തിയേക്കുകയാണ്. നല്ല മനോഹരമായ കാഴ്ചയാണിത്. ഇത് കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് നമുക്ക് പോകണം. അപ്പോൾ താഴെ ചെന്ന് നമുക്ക് ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയും കൂടെ കാണാനായിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾ ചെറിയൊരു എന്താ പറയുക, ഓല കൊണ്ട് മേഞ്ഞൊരു ചെറിയൊരു കുടിൽ കണ്ടില്ലേ? അതിനകത്ത് ഗാർഡ്സാണ് ഇപ്പം നിലവിലിരിക്കുന്നത്. പക്ഷേ നല്ല എന്താ പറയുക, ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു ഏരിയയാണ്. അപ്പം മഴ കുറവായതുകൊണ്ട് വെള്ളവും കുറവാണ്. അപ്പം ആ ഒരു എന്താണ്, മഴ സമയത്ത് വന്ന് കാണുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിന് അത്രയും ഭംഗി നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. കണ്ടില്ലേ ആ ഒരു ഹട്ട്? നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് പോയി നോക്കാം. അത്യാവശ്യം നന്നായിട്ട് ഇറങ്ങിപ്പോകാനായിട്ടുണ്ട് താഴോട്ട്. തിരിച്ചും ഇതേപോലെ തന്നെ തിരിച്ച് കയറി വരണം. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ സ്ഥിരം ഞാനങ്ങനെ ഒരു ഇതേപോലെയുള്ള ട്രക്കിങ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഇറക്കവും കയറ്റമൊന്നും അധികം കയറാത്തതുകൊണ്ട് നന്നായി ക്ഷീണിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇപ്പം ഒരുപാട് ആൾക്കാർ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് കയറിയും വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിരക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ നമ്മൾ ഏകദേശം ആ ഒരു കാഴ്ചയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ ഏതാനും 1-2 ഒരു ടേണിങ്സ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലേക്ക് എത്താനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നടക്കാനായിട്ടുണ്ട്, തിരിച്ചും അതേപോലെ കയറ്റം കയറി പോകാനായിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പം ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ നല്ല കാറ്റും, അതേപോലെ തന്നെ ആ ഒരു വെള്ളം കല്ലിലിടിച്ച് ആ ഒരു ചെറിയ ചെറിയ തുള്ളികളായിട്ട് നമ്മുടെ മുഖത്ത് വന്ന് വീഴുന്നതും എല്ലാം നല്ലൊരു അനുഭവമായിരുന്നു. നിങ്ങൾക്കും ഈ ഒരു കാഴ്ച കാണിച്ചു തരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇതല്ല ഇതിൻ്റെ ഒരു ഭംഗി. ഒരു മഴ സമയമൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ശക്തിയായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും.
നല്ല ഭംഗിയാണ്. ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ നല്ല ഭംഗിയിലാണ് ആ ഒരു വെള്ളച്ചാട്ടം എനിക്ക് ആസ്വദിക്കാനായിട്ട് പറ്റിയത്. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, സീ യു.